ഹായ് ഓൾ. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലുള്ള തൃശൂർ വരെയുള്ള ജില്ലകളിലെ നിയമസഭാ മണ്ഡലങ്ങളെ പറ്റിയുള്ള വിശകലനങ്ങൾ നമ്മുടെ ചാനലിൽ ചെയ്തിരുന്നു. 1073 മണ്ഡലങ്ങളാണ് ഈ 7 ജില്ലകളിലായി വരുന്നത്. അഥവാ കേരളത്തിന്റെ പകുതിയോളം മണ്ഡലങ്ങൾ വരുന്നത് മലബാറാണ് ഇതിലെ പ്രത്യേക ഏരിയ എന്നുള്ളത് അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യവുമാണ്. എന്നാൽ ഈ തൃശ്ശൂർ വരെയുള്ള ജില്ലകളുടെ കണക്കെടുപ്പത്ത് നമ്മൾ അതിൽ ഏകദേശ വിലയിരുത്തലുകൾ നടത്തുമ്പോൾ തരംഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ള നിലവിലുള്ള സാഹചര്യത്തിൽ ഒരു പ്രഡിക്ഷനും തരംഗങ്ങൾ പറയുന്നില്ല, ഒരു സർവേകളും തരംഗങ്ങൾ പറയുന്നില്ല. UDF അനുകൂല തരംഗം ഉണ്ടാവുമെന്ന് എവിടെയും പറയുന്നില്ല, LDF അനുകൂലമായ തരംഗങ്ങളും പറയുന്നില്ല. പക്ഷെ UDF പറയുന്നത് 100 സീറ്റ് എന്നുള്ള കണക്കാണ്. അതെങ്ങനെയാണെന്ന് ഇതുവരെ വ്യക്തമാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. LDF അവർക്ക് 90ഓളം സീറ്റുകൾ കിട്ടൂ എന്ന് പറയുന്നു. എന്നാൽ അനൗദ്യോഗികമായിട്ട് രണ്ട് കക്ഷികളും സമ്മതിക്കുന്ന കാര്യം മിനിമം സീറ്റ് 72 മുതൽ ഒരു 80 വരെയുള്ള സീറ്റാണ് ആർക്ക് ഭരണം കിട്ടിയാലും കിട്ടുക എന്നുള്ള ഏകദേശ കണക്കാണ് പറയുന്നത്. പൊതുവായിട്ടുള്ള വിലയിരുത്തലും അങ്ങനെയാണ്. ഏതായാലും തൃശൂർ വരെയുള്ള ജില്ലകളുടെ കണക്കെടുക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യം ഇതിൽ നേരിയ ഒരു മുൻതൂക്കം LDFനുണ്ട് എന്നതാണ്. പക്ഷേ അവിടെ പ്രശ്നം വരുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് 10 വർഷം പൂർത്തിയാവുന്നു, 2 ടേം പൂർത്തിയാവുന്നു. LDFന്റെ ഭരണം 2 ടേം പൂർത്തിയാകുന്നു. ഇതാണ് ഒരു വിഷയം. 2 ടേം പൂർത്തിയായ ഒരു സർക്കാരിനെ വീണ്ടും ഭരണത്തിൽ ഏറ്റാൻ ജനങ്ങൾ തയ്യാറാവുമ്പോൾ, പ്രത്യേകിച്ചും കേരളം പോലെയുള്ള ഒരു സാഹചര്യത്തിൽ 5 വർഷം കൂടിയാൽ ഭരണം മാറുന്ന ഒരു സാഹചര്യമാണ് ഇതുവരെയും കേരളത്തിൽ കണ്ടിട്ടുള്ളത്. 2016 വരെ അങ്ങനെയായിരുന്നു. 2011 UDF ഭരിച്ചു, 2016 LDF ഭരിച്ചു. സ്വാഭാവികമായിട്ടും 2021 ആവുമ്പോൾ LDFനല്ല UDFനായിരിക്കും ജയമെന്നാണ് ജനങ്ങൾ പൊതുവെ വിലയിരുത്തിയത്. പക്ഷേ 2021 എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് LDFന് തുടർഭരണം ഉണ്ടാവുകയും പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാവും തുടരുകയും ചെയ്തു. ഇപ്പോൾ 80 വയസ്സോളം പ്രായമുള്ള പിണറായി വിജയൻ വീണ്ടും LDFനെ നയിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായിട്ടും 10 വർഷം പൂർത്തിയായ ഒരു സർക്കാരാണ് തെരഞ്ഞെടുപ്പിന് നേരിടുന്നത്. അതിൻ്റെതായ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പക്ഷെ അത് മറ്റൊരു മുന്നണിക്ക് തരംഗമായി മാറുമോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. ഇനി ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ UDFന് വ്യക്തമായി മേൽക്കോയ്മ ഉണ്ടാവുകയും UDF തരംഗം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് മറ്റൊരു കാര്യമാണ്. അതിനിടയിൽ LDF അവരുടെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അവർ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഉതകുന്ന രീതിയിൽ രാഷ്ട്രീയ സമവാക്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതും കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഒരു കരവിരുത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. VD സതീശനെ കേന്ദ്രീകരിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ട UDF ഇപ്പോൾ VD സതീശൻ, KC വേണുഗോപാൽ, K സുധാകരൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയ പല പേരുകളും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു വരികയും പലതരം അഭിപ്രായങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഓരോരോ കാരണങ്ങളാണ്. ഇനി ഏതായാലും തൃശ്ശൂർ വരെയുള്ള ജില്ലയുടെ വിലയിരുത്തലുകൾ നോക്കി എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്നുള്ള ഒരു ഏകദേശ വിലയിരുത്തലാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആകെ മൊത്തം തൃശ്ശൂർ വരെയുള്ള ജില്ലയുടെ കണക്കെടുക്കുമ്പോൾ 73ഓളം സീറ്റുകളാണ് ഉള്ളത്. ആ സീറ്റുകളിൽ 32ഓളം സീറ്റുകൾ എങ്ങനെ നോക്കിയാലും LDF വിജയിക്കുന്ന സീറ്റുകളാണ്. 32 സീറ്റുകൾ കണ്ണും പൂട്ടി LDF വിജയിക്കുന്ന സീറ്റുകളാണ്. അവരുടെ പരമ്പരാഗതമായിട്ടുള്ള കോട്ടകളാണ്. കഴിഞ്ഞ കാലങ്ങളിൽ അവരെ ആർക്കും അട്ടിമറിക്കാൻ പോലും കഴിയാത്ത സ്ഥലങ്ങളാണ്. അത്തരം സീറ്റ് വിഭജന മണ്ഡല പുനർനിർണയത്തിന് ശേഷം അവരുടെ കുത്തകയാക്കി വെച്ചിരിക്കുന്ന സീറ്റുകളാണ്. അങ്ങനെയുള്ള 32ഓളം സീറ്റുകൾ LDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിൽ ചില സീറ്റുകളിൽ അട്ടിമറി നടത്തുമെന്ന് UDF പറയുന്നുണ്ട്. എങ്കിൽ പോലും അവർ 100 സീറ്റിലെത്താൻ കഴിയുകയില്ല. എങ്കിലും അവിടെ 32 സീറ്റ് അവരുടെ കോട്ടകളായി LDF വെക്കുമ്പോൾ 18 സീറ്റുകളാണ് അത്തരത്തിൽ UDFനുള്ളത്. അവിടെയും മത്സരം നടക്കുന്നുണ്ട്. അങ്ങനെ LDF 32ഉം UDF 18ഉമായിട്ട് മാറുന്നു. 2011 മുതലുള്ള തെരഞ്ഞെടുപ്പുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ പറയപ്പെടുന്ന 73 സീറ്റുകളിൽ 32, 18 കഴിച്ചാൽ ബാക്കി 23 മണ്ഡലങ്ങളാണ് ഉള്ളത്. ഇവിടങ്ങളിലാണ് മത്സരങ്ങൾ ഉള്ളത്. ഇവിടങ്ങളിലാണ് ഈ മണ്ഡലങ്ങളാണ് കഴിഞ്ഞ കാലയളവിൽ ഏതെങ്കിലും രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുള്ളത്. 2011 മുതലുള്ള തെരഞ്ഞെടുപ്പിൽ 2011
ഒരു UDF അനുകൂലമായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. 2016-ലും 2021-ലും അത് LDFന് അനുകൂലമായിരുന്നു. പക്ഷേ 2006-ന് ശേഷം LDFന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാത്ത മണ്ഡലങ്ങൾ കേരളത്തിൽ വലിയൊരു ശതമാനമുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. അതുകൂടി വിലയിരുത്തി വേണം നമ്മൾ ഇത് മനസ്സിലാക്കാൻ. ആദ്യമായിട്ട് കാസർഗോഡ് ജില്ലയിലെ 3 മണ്ഡലങ്ങളാണ് LDFന്റെ കയ്യിലുള്ളത്. അത് അങ്ങനെ തന്നെ നിലനിർത്താനുള്ള സാധ്യതകളാണ് ഭൂരിഭാഗം ആളുകൾ വിലയിരുത്തുന്നത്. ഉദുമയും കാഞ്ഞങ്ങാടും തൃക്കരിപ്പൂരുമാണ് LDF നിലനിർത്താനുള്ള സാഹചര്യം. ഇതിൽ UDF അവകാശപ്പെടുന്നത് തൃക്കരിപ്പൂർ സന്ദീപ് വാര്യറിലൂടെ കടുത്ത മത്സരം നടത്തിയിട്ടുണ്ടെന്നും അത് ഞങ്ങൾ പിടിക്കുമെന്നാണ്. ഇനി ഉദുമയിൽ ഞങ്ങൾ അട്ടിമറി വിജയം പ്രതീക്ഷിക്കുന്നുവെന്നും UDF അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ 3 മണ്ഡലങ്ങളും LDFന്റെ സിറ്റിംഗ് സീറ്റുകളാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അവരുടെ പരമ്പരാഗത കോട്ടയാണ്. ഇനി UDFനെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് ജില്ലയിലെ 2 മണ്ഡലങ്ങളാണ് അവിടെ ഉള്ളത്. മുസ്ലിം ലീഗിന്റെ കയ്യിലാണ് ആ സീറ്റുകൾ ഉള്ളത്. മഞ്ചേശ്വരവും കാസർഗോഡുമാണ്. പക്ഷേ അതിൽ 2 സീറ്റുകളിൽ കാസർഗോഡ് ഒഴിവാക്കിയാൽ മഞ്ചേശ്വരത്ത് കടുത്ത മത്സരമാണ് കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 750 വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷമാണ് ലീഗിനുണ്ടായിരുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ 86 വോട്ട്. എങ്കിൽ പോലും കടുത്ത മത്സരം, പ്രത്യേകിച്ചും BJP 2ാം സ്ഥാനത്തുള്ള മണ്ഡലമാണ്. അങ്ങനെ BJPയിൽ നിന്നും കടുത്ത മത്സരം ഈ മണ്ഡലത്തിൽ നേരിടുന്നുണ്ട്. കാസർഗോഡ് ഒരു UDF ഷുവർ സീറ്റായി നമ്മൾക്ക് കണക്കാക്കാവുന്നതാണ്. ഇതാണ് ഒരു സാഹചര്യം. അപ്പോൾ 3-2 എന്നുള്ളതാണ് കാസർഗോഡ് ജില്ലയെ പറ്റി നമ്മൾക്ക് വിലയിരുത്താൻ പറ്റുന്ന കാര്യം. ഇനി കണ്ണൂർ ജില്ലയിലേക്ക് വന്നാൽ LDFനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരമ്പരാഗത കോട്ടകൾ കയ്യിലുള്ള ജില്ലയാണ്. അങ്ങനെ നോക്കുമ്പോൾ പയ്യന്നൂർ, കല്യാശ്ശേരി, തളിപ്പറമ്പ്, ധർമ്മടം, തലശ്ശേരി, മട്ടന്നൂർ 8 മണ്ഡലങ്ങളിൽ ഒരു മത്സര സാധ്യതയും മറ്റുള്ള UDFനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇതിൽ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ അട്ടിമറി നടക്കുമെന്ന് UDF അവകാശപ്പെടുന്നു പോലുമില്ല. അപ്പോൾ 8 മണ്ഡലങ്ങൾ LDFന് സമ്പൂർണ്ണ വിജയം കൈവരിക്കാവുന്ന മണ്ഡലങ്ങളാണ്. ഇതിൽ പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം 2 മണ്ഡലങ്ങളിൽ വിമത പ്രശ്നമുണ്ട് എന്നതാണ്. അത് തളിപ്പറമ്പും പയ്യന്നൂരുമാണ്. ഈ 2ഇടത്താണ് LDF വിമതന്മാർ UDF സ്ഥാനാർത്ഥികളായി വന്നത്. പക്ഷേ അവിടങ്ങളിലും ഈ വലിയ ഭൂരിപക്ഷം മറികടന്നുകൊണ്ട് ഒരു അട്ടിമറി സാധ്യതകൾ പ്രതീക്ഷിക്കാൻ കഴിയുകയില്ല. അങ്ങനെ നോക്കുമ്പോൾ 6 മണ്ഡലങ്ങൾ സമ്പൂർണ്ണമായിട്ട് കണ്ണൂർ ജില്ലയിൽ UDFന്റെ കയ്യിൽ, LDFന്റെ കയ്യിൽ. പയ്യന്നൂർ, കല്യാശ്ശേരി, തളിപ്പറമ്പ്, ധർമ്മടം, തലശ്ശേരി, മട്ടന്നൂർ മണ്ഡലങ്ങൾ. ഇനി UDFനെ സംബന്ധിച്ചിടത്തോളം അവരുടെ 2 സീറ്റുകളാണ് അവർ ഉറച്ചു പ്രതീക്ഷിക്കുന്നത്. അത് ഇരിക്കൂറും പേരാവൂറുമാണ്. ഈ 2 സീറ്റുകളിൽ ഇരിക്കൂർ, പേരാവൂർ ഇത്തവണ ശ്രീമതി ടീച്ചറെ ഇറക്കി അതിശക്തമായ മത്സരം LDF കാഴ്ചവെച്ചിട്ടുണ്ട്. ഇരിക്കൂർ UDFന്റെ സിറ്റിംഗ് സീറ്റാണ് എന്ന് സമ്മതിക്കേണ്ടി വരും. അങ്ങനെ നോക്കിയാൽ 2 സീറ്റ് മാത്രമാണ് അവിടെ ഈ UDFന് നേടാൻ സാധ്യതയുള്ളത്. പക്ഷേ അതിൽ പേരാവൂർ കഴിഞ്ഞ തവണ 3000 ചില്ലാനും വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു. ശക്തമായ മത്സരവുമായിരുന്നു. ഇനി മാറി പറയാൻ ഏതെങ്കിലും വിധത്തിലുള്ള സാധ്യതകളുള്ള മണ്ഡലങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ അഴീക്കോടും കണ്ണൂരും കൂത്തുപറമ്പുമാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത്. അഴീക്കോട് 2011-ലും 2016-ലും KM ഷാജിയിലൂടെ വിജയിക്കാൻ UDFന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ 21-ൽ മണ്ഡലം നഷ്ടപ്പെട്ടു. 5000 ചില്ലാനും വോട്ടിനാണ് മണ്ഡലം നഷ്ടപ്പെട്ടത്. ആ മണ്ഡലം നഷ്ടപ്പെടലിൽ ഒരു തിരിച്ചുപിടിക്കൽ സാധ്യമല്ല എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. UDF പോലും വലിയൊരു വിജയപ്രതീക്ഷ അഴീക്കോട് വെച്ചു പുലർത്തുന്നില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ഇനി കണ്ണൂർ മണ്ഡലത്തിലേക്ക് വന്നാൽ 2011-ലെ തെരഞ്ഞെടുപ്പിൽ അവിടെ വിജയം UDFന് ആയിരുന്നു. പക്ഷെ 16-ലും 21-ലും കോൺഗ്രസ് എസിന്റെ കടന്നപ്പള്ളി രാമചന്ദ്രൻ തന്നെ അവിടെ വിജയിച്ചു. നേരിയ ഭൂരിപക്ഷമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1000 ചില്ലാനും വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. എങ്കിൽ പോലും ഒരു UDFന് അനുകൂലമായ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ ചിലപ്പോൾ മാറിയെന്ന് വരാം. അങ്ങനെ 2 ആൾക്കും സാധ്യതയുള്ളതാണ്. ഇനി കൂത്തുപറമ്പാണെങ്കിലോ, കൂത്തുപറമ്പ് മുസ്ലിം ലീഗാണ് മത്സരിച്ചത്. അവിടെ 2011-ൽ അവസാനമായി UDFന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നിലവിലുള്ള സാഹചര്യത്തിൽ അവിടെയും ഒരു അട്ടിമറി UDF പ്രതീക്ഷിക്കുന്നില്ല. അവിടെ 10,000 ചില്ലാനും വോട്ടിന്റെ ഭൂരിപക്ഷം നിലവിൽ ഉണ്ട്. ആ ഭൂരിപക്ഷം ഉണ്ടായിരിക്കെ തന്നെ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ അതിന് വിരുദ്ധമായ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അഴീക്കോട്, കൂത്തുപറമ്പ് LDF തന്നെ നിലനിർത്താനാണ് സാധ്യത. അതിൽ കണ്ണൂര് മാത്രമാണ് ഏതെങ്കിലും രീതിയിലുള്ള മറ്റുള്ള സാധ്യതകൾക്കുള്ള സാഹചര്യങ്ങൾ ഉള്ളത്. അപ്പോൾ കണ്ണൂർ ജില്ലയിലേക്ക് വരുമ്പോൾ 6 LDFന്റെ കുത്തക മണ്ഡലങ്ങൾ, 2 UDFനെ സംബന്ധിച്ചിടത്തോളം അവരുടെ 2 സീറ്റ് എന്നുള്ള നമ്പർ. അതോടൊപ്പം തന്നെ
അഴീക്കോടും കണ്ണൂരും കൂത്തുപറമ്പുമാണ് പിന്നീട് ബാക്കി വരുന്ന മണ്ഡലങ്ങൾ എന്നുള്ളത്. ഇനി കോഴിക്കോട് ജില്ലയിലേക്കാണ്. കോഴിക്കോട് ജില്ലയിലെ LDF കോട്ടകൾ അട്ടിമറിക്കുമെന്നാണ് UDFന്റെ അവകാശവാദം. ഫാത്തിമ തഹ്ലിയയെ മുൻനിർത്തിയൊക്കെ പേരാമ്പ്ര പോലും ഞങ്ങൾ പിടിച്ചെടുക്കുമെന്ന് അവർ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്, അത്തരം കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും കോഴിക്കോട് ജില്ലയിലെ നാദാപുരം, കൊയിലാണ്ടി, പേരാമ്പ്ര, ബാലുശ്ശേരി, ഏലത്തൂർ, കോഴിക്കോട് നോർത്ത്, ബേപ്പൂർ, കുന്ദമംഗലം ഇങ്ങനെയുള്ള 8 സീറ്റുകളാണ് LDFന്റെ ഉറച്ച കോട്ടകൾ. ഈ 8 സീറ്റുകളിൽ UDF അട്ടിമറി നടത്തുമെന്ന് അവർ പറയുന്ന മണ്ഡലങ്ങളിൽ എന്തെങ്കിലും ചലനങ്ങൾ ഉണ്ടാക്കിയാലേ UDFന് ഒരു ഭരണ പ്രതീക്ഷ പോലും ഉണ്ടാവേണ്ടതുള്ളൂ. അതായത് നാദാപുരം, കൊയിലാണ്ടി, പേരാമ്പ്ര, ബാലുശ്ശേരി, ഏലത്തൂർ, കോഴിക്കോട് നോർത്ത്, ബേപ്പൂർ, കുന്ദമംഗലം ഈ സീറ്റുകളിൽ എന്തെങ്കിലും അട്ടിമറി നടത്തിയാൽ മാത്രമേ അവർക്കൊരു ഭരണത്തിലുള്ള ഒരു നമ്പറിലേക്ക് എത്താൻ പറ്റുന്ന സാധ്യതകളിലേക്ക് കാര്യങ്ങൾ എത്തും. ഇനി UDFനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉറച്ച മണ്ഡലങ്ങൾ, ഒരു തവണയെങ്കിലും നഷ്ടപ്പെടാത്ത മണ്ഡലങ്ങൾ കോഴിക്കോട് ജില്ലയിൽ ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വടകര, കുറ്റ്യാടി, കോഴിക്കോട് സൗത്ത്, കൊടുവള്ളി, തിരുവമ്പാടി ഈ 5 മണ്ഡലങ്ങൾ 2011 മുതൽ ഇരുമുന്നണികളും വിജയിക്കുന്ന മണ്ഡലങ്ങളാണ്. അതായത് വടകരയിൽ നിലവിൽ RMPക്ക് വലിയ മേധാവിത്വമുണ്ട്, അവർ വിജയ പ്രതീക്ഷ പുലർത്തുന്നുണ്ട്. കുറ്റ്യാടി മാറി മറയുന്ന മണ്ഡലങ്ങളാണ് UDFും LDFും. പാറക്കൽ അബ്ദുള്ള വന്നതോടുകൂടി UDFന് ഒരു വിജയ പ്രതീക്ഷയുണ്ട്. കോഴിക്കോട് സൗത്ത് അത്തരത്തിൽ അഹമ്മദ് ദേവർകോവിൽ കഴിഞ്ഞ തവണ അട്ടിമറിച്ചതാണ്. ഇത്തവണ വലിയ വിഷയങ്ങൾ മൂലം അത് നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു അവസ്ഥ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കൊടുവള്ളി MK മുനീറിന്റെ മണ്ഡലമാണ്, പക്ഷേ അതിനിടയിൽ ഒരു തവണ UDFന് അവിടെ വിജയിച്ചു കയറാൻ കഴിഞ്ഞിട്ടുണ്ട്. തിരുവമ്പാടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF അട്ടിമറി വിജയം നേടി. അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിലും 2011 അവസാനമായി മുസ്ലിം ലീഗ് അവിടെ വിജയിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള മണ്ഡലങ്ങളാണ്. അങ്ങനെ കോഴിക്കോട് ജില്ലയിലേക്ക് വരുമ്പോൾ ഈ 5 മണ്ഡലങ്ങൾ, അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ LDFന്റെ ഉറച്ച കോട്ടകളായ നാദാപുരം, കൊയിലാണ്ടി, പേരാമ്പ്ര, ബാലുശ്ശേരി, ഏലത്തൂർ, കോഴിക്കോട് നോർത്ത്, ബേപ്പൂർ, കുന്ദമംഗലം ഈ മണ്ഡലങ്ങളിൽ ഏലത്തൂർ പോലും അട്ടിമറിക്കുമെന്ന് വലിയ ഭൂരിപക്ഷത്തിൽ LDF വിജയിക്കുന്ന ആ മണ്ഡലം പോലും അട്ടിമറി നടത്തുമെന്ന് UDF പറയുന്നുണ്ട്. കണ്ടറിയേണ്ട കാര്യമാണ്. ബേപ്പൂർ പോലെയുള്ള മണ്ഡലങ്ങളിൽ PV അൻവറിനെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും അത്രയും വലിയ അട്ടിമറികൾ അസാധ്യമായ കാര്യമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്രയും വലിയ അട്ടിമറിയൊന്നും സാധ്യമല്ല എന്നുള്ളതാണ് മറ്റുള്ള ഒരുപാട് വിഷയങ്ങൾ അതിനെ മുൻനിർത്തി പറയാനാകും. ഇനി ഈ ബാക്കിയുള്ള 5 മണ്ഡലങ്ങളിലാണല്ലോ മത്സരങ്ങൾ നടക്കുക എന്ന് പറയുന്നത്. അതിൽ വടകര UDF നിലനിർത്തുമെന്ന് പ്രതീക്ഷിക്കാം. കുറ്റ്യാടിയും കഴിഞ്ഞ തവണ LDFന്റെ കയ്യിൽ വന്ന സീറ്റാണ്. ഇത്തവണ പാറക്കൽ അബ്ദുള്ളയിലൂടെ തിരിച്ചു പിടിക്കാമെന്ന് UDF കണക്ക് കൂട്ടുന്നുണ്ട്. കോഴിക്കോട് സൗത്ത് അഹമ്മദ് ദേവർകോവിൽ ചിലപ്പോൾ പരാജയപ്പെടാമെന്ന് നമുക്ക് വിലയിരുത്താം. പക്ഷെ കൊടുവള്ളി, തിരുവമ്പാടി തിരിച്ചു പിടിക്കുമെന്നാണ് IUMLന്റെ പ്രതീക്ഷ. പക്ഷെ അത്രയും നടക്കുമെന്ന് ഉറപ്പില്ല. കൊടുവള്ളിയിലേക്കാണെങ്കിൽ കൊടുവള്ളി വേണമെങ്കിൽ UDFന് നമുക്കൊരു വകവെച്ച് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നോക്കിയാൽ പോലും വടകരയും കോഴിക്കോട് സൗത്തും കൊടുവള്ളിയും ഒതുങ്ങാനാണ് സാധ്യത. തിരുവമ്പാടിയും കുറ്റ്യാടിയും അതിശക്തമായ മത്സരങ്ങളാണ്. പക്ഷേ അവിടെ മറ്റുള്ള സാധ്യതകൾ കൂടി നമ്മൾ തുറന്നിടേണ്ടതുണ്ട്. 2 പക്ഷത്തേക്കും അതിനെ വിലയിരുത്തേണ്ടി വരും. ഇതാണ് കോഴിക്കോട് ജില്ലയിലെ സാധ്യത എന്നുള്ളത്. ഇനി വയനാട്ടിലേക്ക് വന്നാൽ 3 മണ്ഡലങ്ങളാണ് UDF സമ്പൂർണ്ണ വിജയം ഉദ്ദേശിച്ചിട്ടുള്ള മണ്ഡലങ്ങളാണ്. അങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ ഈ 3 മണ്ഡലങ്ങളും 2011 മുതൽ UDFും LDFും വിജയിച്ച മണ്ഡലങ്ങളാണ്. അഥവാ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളാണ്. എങ്കിലും UDFന് 2 സീറ്റുകൾ നിലവിലുണ്ട്. ഒരു സീറ്റ് വർദ്ധിപ്പിച്ച് 3 ആക്കുമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ LDFനും ഈ സീറ്റുകളിൽ കഴിഞ്ഞ കാലങ്ങളിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ 3 സീറ്റും UDFന് വിജയമാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ പരസ്പരം വിജയിക്കുന്ന മത്സരങ്ങളാണ്. 2-1 എന്നുള്ള വാദം നിലനിർത്താനാണ് കൂടുതൽ സാധ്യത. വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു അപ്പർ ഹാൻഡ് UDFന് ഉണ്ട് എങ്കിലും വലിയ രീതിയിലുള്ള തരംഗങ്ങളിലേക്ക് മാറിയാൽ 2-1 എന്ന് തന്നെയാണ് സാധ്യത. എങ്കിൽ പോലും പരസ്പരം വിജയിക്കുന്ന മണ്ഡലങ്ങളായി വേണം ഇതിനെ പരിഗണിക്കാൻ.
ഇനി മലപ്പുറത്തേക്ക് എത്തുമ്പോൾ യു ഡി എഫിന് 12 സീറ്റുകൾ ഒരു സംശയവുമില്ലാതെ ലഭിക്കുന്ന സീറ്റുകളാണ്. കൊണ്ടോട്ടി, ഏറനാട്, വണ്ടൂർ, മഞ്ചേരി, പെരിന്തൽമണ്ണ, മങ്കട, മലപ്പുറം, വേങ്ങര, വള്ളിക്കുന്ന്, തിരൂരങ്ങാടി, തിരൂർ, കോട്ടക്കൽ. ഇതാണ് ഈ മുസ്ലിം ലീഗിന്റെ സീറ്റുകളും യു ഡി എഫ് ഉറച്ചു വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന സീറ്റുകളും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, പെരിന്തൽമണ്ണ മണ്ഡലത്തിലൊക്കെ കഴിഞ്ഞ തവണ 38 വോട്ടിന് കയറിക്കൂടിയ മണ്ഡലങ്ങളാണ്. അവിടെയൊക്കെ എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. എങ്കിലും 12 സീറ്റ് യു ഡി എഫിന് നമ്മൾ വകവെച്ചു കൊടുക്കാം. പക്ഷേ അവിടെ കെ ടി ജലീൽ വിജയിക്കുന്ന തവനൂറും CPM വിജയിക്കുന്ന പൊന്നാനിയുമാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വിജയപ്രതീക്ഷയുള്ളത്. 2 മണ്ഡലങ്ങൾ, നിലമ്പൂർ മണ്ഡലം മുമ്പ് PV അൻവർ മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണ്. അപ്പോൾ അവിടെ യു ഡി എഫിന് വിരുദ്ധമായ വോട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ PV അൻവറിന്റെ ഒരു സ്വാധീന മേഖലയാണെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ്. ഇനി താനൂറിലേക്ക് എത്തിയാൽ, താനൂറിൽ വി അബ്ദുറഹ്മാൻ വിജയിച്ച മണ്ഡലമാണ് കഴിഞ്ഞ കാലങ്ങളിൽ. അപ്പോൾ അത് യു ഡി എഫ് തിരിച്ചു പിടിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സാധ്യതയുണ്ട്. എങ്കിലും ആ സീറ്റ് കുറച്ച് ടൈറ്റാണ് എന്ന് വേണമെങ്കിൽ വിലയിരുത്താം. എങ്കിലും യു ഡി എഫിന് ഒരു അപ്പർ ഹാൻഡ് ഈ മണ്ഡലത്തിൽ ഉണ്ട് എന്ന് നിലവിലുള്ള ഒരു 10 വർഷത്തെ ഭരണത്തെ ആസ്പദമാക്കി നമ്മൾക്ക് വിലയിരുത്താൻ പറ്റും. ഇതാണ് മലപ്പുറത്തെ സാധ്യതകൾ എന്നുള്ളത്. ഇനി പാലക്കാട് CPMന്റെ ഉറച്ച കോട്ടകൾ കണ്ണുപൂട്ടി അവർ വിജയിക്കുമെന്ന നിലയിലുള്ള മണ്ഡലങ്ങളാണ്. അങ്ങനെയുള്ള മണ്ഡലങ്ങൾ 7 മണ്ഡലങ്ങൾ അത്തരത്തിൽ തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. ഷൊർണൂർ, ഒറ്റപ്പാലം, കോങ്ങാട്, മലമ്പുഴ, തരൂർ, നെന്മാറ, ആലത്തൂർ. ഈ 7 മണ്ഡലങ്ങൾ ഈ CPMന്റെ അല്ലെങ്കിൽ LDFന്റെ സുവർ സീറ്റുകളാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പിന്നോക്ക വിഭാഗക്കാർ കൂടുതലുള്ള മണ്ഡലങ്ങളിൽ യു ഡി എഫിന് സ്വാധീനം ചെലുത്താൻ കഴിയുന്നില്ല എന്നുള്ളതും അവിടെ LDFന് അവരുടെ മേധാവിത്വം തുടരാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് പാലക്കാടിന്റെ ചിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ കഴിയേണ്ടത്. കേരളത്തിലുള്ള പൊതുവായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഒരു ക്രിസ്ത്യൻ മൈനോറിറ്റി, മുസ്ലിം മൈനോറിറ്റി കൂടുതലുള്ള സ്ഥലങ്ങളാണ് കൂടുതലായിട്ടും യു ഡി എഫിന്റെ മേൽക്കൊയ്മ പ്രദേശങ്ങളായിട്ട് വരുന്നത്. അതല്ലാത്ത പ്രദേശങ്ങളിൽ, പിന്നോക്ക വിഭാഗക്കാർ കൂടുതലുള്ള പ്രദേശങ്ങളിൽ കോൺഗ്രസിന് അവിടെ ഒരു സംഘടനാ സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയാത്ത ഒരു പ്രശ്നം അതിനെ സംബന്ധിച്ചിടത്തോളം വിലയിരുത്താനാകും. അങ്ങനെ നോക്കുമ്പോൾ പാലക്കാട് ജില്ലയിലെ 7 സീറ്റുകളാണ് ഇത്തരത്തിൽ LDFന് തന്നെ മേൽക്കൊയ്മയുള്ളത്. ഇനി യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മണ്ണാർക്കാടും പാലക്കാടുമാണ് അവരുടെ ഷുവർ സീറ്റുകൾ എന്നുള്ളത്. അപ്പോൾ അവിടെ പാലക്കാട് 7 സീറ്റ് LDFന് കൺഫേമായി ലഭിക്കുമ്പോൾ യു ഡി എഫിന് 2 സീറ്റുകൾ മാത്രമാണ് കൺഫേമായി ലഭിക്കാനുള്ളത്. അതിൽ പാലക്കാട് ശക്തമായ മത്സരം BJP നടത്തുന്നുമുണ്ട്. LDF അവിടെ ഇത്തവണ ശക്തമായിട്ടുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇനി മാറി മറിഞ്ഞ മണ്ഡലങ്ങൾ, 2011 മുതൽ മാറി മറിയുന്ന മണ്ഡലങ്ങൾ, അങ്ങനെയുള്ള 3 മണ്ഡലങ്ങളാണുള്ളത്. തൃത്താല, പട്ടാമ്പി, ചിറ്റൂർ. തൃത്താല UDFന്റെ ബൽറാമിന്റെ കയ്യിൽ നിന്ന് കഴിഞ്ഞ തവണ LDF പിടിച്ചതാണ്. ഇത്തവണ മാറിയാലും വലിയ അത്ഭുതപ്പെടാനില്ല. പക്ഷെ പട്ടാമ്പി കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും LDFനെയാണ് പിന്തുണച്ചത്. ചിറ്റൂറും അങ്ങനെ തന്നെയാണ്. 2011 അവസാനം കോൺഗ്രസ് വിജയിക്കുന്നത്. ഇതാണ് അവിടുത്തെ ഒരു സാഹചര്യം എന്നുള്ളത്. പാലക്കാട് പക്ഷേ വലിയ അത്ഭുതങ്ങളൊന്നും കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നതോ അല്ലെങ്കിൽ അവർ പറയുന്നതോ ആയിട്ട് വരുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ഇപ്പോഴും മലികേറ മലയായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ 7-2 ഒരു മത്സരം വരുന്നത് ഒരു 3 മണ്ഡലം, ഇത്തരത്തിൽ വേണം വിലയിരുത്താൻ. തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം 13 മണ്ഡലങ്ങളിൽ 6 മണ്ഡലങ്ങൾ LDFന് ഒരു മത്സരവും LDF UDF അവകാശപ്പെടുന്നതോ അല്ലെങ്കിൽ LDF അത്തരത്തിൽ മത്സരങ്ങളോ കാണുന്നില്ല. ചേലക്കര, കുന്നംകുളം, ഗുരുവായൂർ, നാട്ടിക, കയ്പമംഗലം, പുതുക്കാട്. ഈ 6 മണ്ഡലങ്ങളാണ് LDF മത്സരമേ നേരിടാത്ത മണ്ഡലങ്ങൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നത്. ഇതിൽ ഗുരുവായൂർ ചില അട്ടിമറിയൊക്കെ അവർ അവകാശപ്പെടുന്നുണ്ട് UDF, പക്ഷെ അവർക്ക് അനുകൂലമായ ട്രെൻഡിൽ പോലും വിജയിക്കാത്ത മണ്ഡലമാണ്. ഇനി ബാക്കിയുള്ള 7 മണ്ഡലങ്ങളിൽ UDF ഷുവറായി ജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങൾ എന്ന് വിലയിരുത്താൻ കഴിയില്ല. പക്ഷേ 2011 തെരഞ്ഞെടുപ്പിലെങ്കിലും UDF വിജയിച്ചിട്ടുള്ള മണ്ഡലങ്ങൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ്. മണലൂർ, വടക്കാഞ്ചേരി, ഒല്ലൂർ, തൃശൂർ, ഇരിങ്ങാലക്കുട, ചാലക്കുടി, കൊടുങ്ങല്ലൂർ. ഇങ്ങനെയുള്ള 7 മണ്ഡലങ്ങളാണ്. ഇതിൽ മണലൂർ, വടക്കാഞ്ചേരി ചില മണ്ഡലങ്ങളിൽ എന്നുള്ളത് CPI നിലവിൽ നല്ല സ്വാധീനം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. രാജൻ മന്ത്രിയും അതുപോലെ തന്നെ
സുനിൽകുമാറും അടക്കം ആ സീറ്റുകൾ ഇനി ഒരു അട്ടിമറി ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ദൗത്യമാണ്. അത് UDF-ന് കൂടിയാൽ കൂട്ടില്ല എന്നാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. എങ്കിൽ പോലും 6 സീറ്റുകൾ LDF-ന് കൺഫേമായി തൃശൂർ ജില്ലയിൽ ലഭിക്കുമ്പോൾ UDF-ന് ഉറച്ച സീറ്റുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന സീറ്റുകളില്ല. എങ്കിൽ പോലും ചില സീറ്റുകളെങ്കിലും ഈ 7 സീറ്റുകളിൽ എന്തെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായാൽ മാത്രമാണ് UDF-ന് തൃശൂർ ജില്ലയിലുള്ള പ്രതീക്ഷ വെച്ച് പുലർത്താവും. അപ്പോൾ ആകെ മൊത്തം പറഞ്ഞു വരുമ്പോൾ മലബാറിൽ മൊത്തം തൃശൂർ വരെയുള്ള ജില്ലയുടെ കണക്കെടുക്കുമ്പോൾ ഇവിടെ LDF കോട്ടകളുണ്ട്, UDF-ന്റെ കോട്ടകളുണ്ട്. പക്ഷേ LDF കോട്ടകളാണ് കൂടുതൽ. ഈ കോട്ടകൾ അട്ടിമറിക്കണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അട്ടിമറിക്കപ്പെടുമോ എന്നുള്ള ചോദ്യമാണ് അവിടെ പ്രസക്തമാവുന്നത്. LDF കോട്ടകൾ ഞങ്ങൾ അട്ടിമറിക്കുമെന്ന് UDF അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ LDF തിരിച്ച് UDF കോട്ടകളിൽ വലിയ അട്ടിമറി നടത്തുമെന്നുള്ള അവകാശവാദമൊന്നും ഉന്നയിക്കുന്നില്ല. തങ്ങളുടെ സീറ്റുകൾ നിലനിർത്തുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇനി ഈ സീറ്റുകളിൽ പകുതിയിലധികം സീറ്റുകളിൽ പരിഗണിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 32 LDF, 18 UDF, മറ്റുള്ള സീറ്റുകളിൽ മത്സരങ്ങൾ, ആ മത്സരങ്ങൾ നടക്കുന്ന സീറ്റുകളിൽ ഒരു 9ഓളം സീറ്റുകൾ നമ്മൾ 32+9 അങ്ങനെയാണെങ്കിൽ 41 വരെ LDF-ന് കൊടുക്കാവുന്നതാണ്. അതിനേക്കാൾ കൂടുതലാണ് സാധ്യതകൾ കൂടുതലുള്ളത്. ഇനി 41 വരുമ്പോൾ UDF അവിടെ വരുന്നത് 32 സീറ്റാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു 11 സീറ്റിന്റെ മേധാവിത്വം LDF-ന് ഈ മേഖലയിൽ ഒന്നാകെ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മലബാർ മാത്രം പരിശോധിക്കുമ്പോൾ LDF-ന് ഒരു മേൽക്കൊയ്മ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. മറ്റുള്ള സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കപ്പെടാം. പക്ഷെ ആകെ മൊത്തം ട്രെൻഡ് ഒന്നാകെ ഒരു തരംഗമായിട്ട് തെരഞ്ഞെടുപ്പ് മാറുന്നുണ്ടെങ്കിൽ അത് UDF-ന് തിരിച്ചായിരിക്കും സംഭവിക്കുക. അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ നിലവിലുള്ള സാഹചര്യത്തിൽ തരംഗങ്ങൾ കാണുന്നില്ല. ഒരു ഭരണവിരുദ്ധ വികാരമുള്ളതായിട്ട് തോന്നുന്നില്ല. പക്ഷെ ഒരു 10 വർഷം ഭരിച്ച ഒരു സർക്കാരാണ്. അതുകൊണ്ട് ആ സർക്കാർ ഒന്ന് മാറട്ടെ എന്നുള്ള ഒരു പൊതുവികാരം ചിലപ്പോൾ ഉണ്ടായേക്കാം. അങ്ങനെ നോക്കിയാൽ പോലും ഈ 41 എന്നുള്ള നമ്പർ കുറയാനുള്ള സാധ്യതകൾ വിരളമാണ്. പരമാവധി UDF-ന് ഈ മേഖലയിൽ നിന്നും കൈവരിക്കാവുന്നത് ഒരു 32 സീറ്റുകളാണ്. അതിൽ കുറയാനാണ് സാധ്യതകൾ കൂടുതലുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഈ മലബാറിൽ മാത്രം 41 സീറ്റുകൾ LDF-ന് നേടാനായാൽ ബാക്കിയുള്ള മലബാറിനപ്പുറത്തുള്ള തെക്കൻ കേരളത്തിൽ ഒരു 30 സീറ്റ് കൂടി അവർക്ക് നേടിയാൽ മതിയാകും. നിലവിലുള്ള സാഹചര്യത്തിൽ അത് സാധ്യമാകുമെന്നാണ് കരുതപ്പെടേണ്ടത്. ഏതായാലും കാസർഗോഡ് മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളുടെ കണക്കെടുക്കുമ്പോൾ LDF-ന് ഒരു മേധാവിത്വം അപ്പർ ഹാൻഡ് ഉള്ളതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു. LDF-ന്റെ കോട്ടകൾ അട്ടിമറിക്കുക എന്നുള്ളത് ചിലപ്പോൾ നടക്കാത്ത കാര്യമാണ്. ഇനി 1-2 സീറ്റുകൾ അങ്ങനെ നഷ്ടപ്പെട്ടാൽ പോലും അത് കവർ ചെയ്ത് പിടിച്ചു നിർത്താൻ അവർക്ക് കഴിയും. മറുഭാഗത്ത് നേരിയ ഭൂരിപക്ഷത്തിന് മറുഭാഗത്തുള്ള സീറ്റുകളും ചിലപ്പോൾ മാറി മറിഞ്ഞേക്കാം. അല്ലെങ്കിൽ നിലവിലുള്ള സീറ്റുകൾ തന്നെ നിലനിർത്തിയേക്കാം. അങ്ങനെ വന്നാലും 41 എന്നുള്ളത് അത് കൂടാനാണ് സാധ്യത. അത് 45, 46 വരെ പോയേക്കാം. മറുഭാഗത്ത് 32 മുതൽ 35 വരെയാണ് സാധ്യതകൾ ഉള്ളത്. ഇതാണ് മലബാറിലെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ പ്രത്യേക കൺസോൾട്ടേഷൻ, ന്യൂനപക്ഷ കൺസോൾട്ടേഷനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിനെ പ്രസക്തമാക്കിയത്. മറ്റു ഒരുപാട് വിവാദ വിഷയങ്ങൾ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ പോലും സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പൊതുജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന്, സർക്കാരിന്റെ ക്ഷേമ പെൻഷനുകൾ, മറ്റു വികസന പ്രവർത്തനങ്ങൾ, സർക്കാരുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ, ഇത് ഏത് രീതിയിലാണ് കഴിഞ്ഞ കാലങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതും നടത്തിയിട്ടുള്ളത് എന്നതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇതായിരിക്കും ജനങ്ങൾ കണക്കാക്കുക. അതുകൊണ്ട് തന്നെ നിലവിൽ ഒരു ഭരണവിരുദ്ധ വികാരമില്ലാത്ത സ്ഥിതിക്ക് LDF-ന് മേൽക്കോയ്മയുള്ള തെരഞ്ഞെടുപ്പാണ് മലബാറിൽ ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളത്. കേരളത്തെങ്ങാനും ഈ ഒരു ട്രെൻഡിലേക്ക് തന്നെ മാറാനുള്ള സാധ്യതകളാണ് കൂടുതൽ.